എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതുതായി റിലീസ് ചെയ്ത കൽക്കി 2898 എന്ന സിനിമയുടെ റിവ്യൂ പറയാനാണ് ഈ വീഡിയോ. നമുക്കറിയാം, പുതുതായി റിലീസ് ചെയ്ത കൽക്കി ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടത് സാറ്റർഡേ ഈവനിങ് 10 o'clock ഷോയാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അതൊരു 3D ഫിലിമാണെന്ന്. ഞങ്ങൾക്ക് 3D ഗ്ലാസ് എല്ലാം കിട്ടി. പക്ഷെ അതൊരു തിയേറ്ററിൽ കാണേണ്ട സിനിമ തന്നെയാണ്. അത്രയും മനോഹരമായി അവരത് എടുത്തിട്ടുണ്ട്. VFX എല്ലാം അടിപൊളിയാണ്. പിന്നെ ആദ്യമൊന്നും കുറച്ച് സിനിമ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇൻ്റർവെല്ലോടുകൂടിയാണ് കുറച്ചൊക്കെ അതെന്താണ് അതിൻ്റെ കഥ പോകുന്നതെന്ന് മനസ്സിലായത്. പിന്നെ സിനിമ അവസാനിക്കാനായപ്പോൾ അത് ഈ KGF ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. അതുപോലെയാണ്. ഇനി പാർട്ട് 1 ആണിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇനി പാർട്ട് 2 പാർട്ട് 3 ഒക്കെ വരുമെന്ന് കണ്ടറിയണം. കാരണം പാർട്ട് 1 അടിപൊളിയാണ്, അത്രയും സൂപ്പറാണ്. ഇനി അത് 100 കോടിയോ 500 കോടിയോ 1000 കോടിയോ ക്ലബിൽ കയറിയാൽ ഒരു അതിശയോക്തിയും പറയാനില്ല. അതിലേറ്റവും സൂപ്പറായുള്ള അഭിനയം കാഴ്ചവെച്ചത് നമ്മുടെ അമിതാഭ് ബച്ചനാണ്. 80 വയസ്സിന് മേലെ ഉണ്ടെങ്കിലും അതൊന്നും ഒരു കുറവായി പരിഗണിക്കാതെ അദ്ദേഹം അത്രയും ഭംഗിയായി കടമ നിർവഹിച്ചിട്ടുണ്ട്. അതിൽ ഫൈറ്റ് സീൻസ് എല്ലാം പ്രഭാസിനേക്കാളും സൂപ്പറായിട്ടാണ് അമിതാഭ് ബച്ചൻ ചെയ്തിരിക്കുന്നത്. പ്രഭാസും അമിതാഭ് ബച്ചനും ഒരുപാട് സീക്വൻസിലുണ്ട്. എന്നാൽ അതിലെല്ലാം മികച്ചു നിൽക്കുന്നത് അമിതാഭ് ബച്ചൻ തന്നെയാണ്. പ്രഭാസും തൻ്റെ റോൾ ഏറ്റവും സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രഭാസാണ് മെയിൻ കഥാപാത്രം, പക്ഷെ അതിലേക്കൊന്നും വരുന്നതേ ഉള്ളൂ. എന്തായാലും പാർട്ട് 1 അമിതാഭ് ബച്ചൻ തന്നെയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളി താരങ്ങളായ ശോഭന, അന്നാബെൻ, പിന്നെ ദുൽഖർ സൽമാൻ ഒരു ഗസ്റ്റ് റോളിലുണ്ട്. കുറേ അധികം താരങ്ങളുണ്ട്. പിന്നെ തമിഴ്, തെലുങ്ക് താരങ്ങളും ധാരാളം ഉണ്ട്. ഒരു പാൻ ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജിൽ നിന്ന് തന്നെ ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നാബെന്നെല്ലാം നല്ലൊരു റോളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന റോളാണ്. എന്തായാലും അന്നയ്ക്ക് കിട്ടിയ ഒരു ലൈഫിൽ ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു റോളാണ് ഈ കൽക്കിയുടെ എന്ന് നിസ്സംശയം പറയാം. പിന്നെ ശോഭനയും നല്ല രസത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ശോഭന പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത്രയും മികച്ചൊരു നടിയാണ്, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയുടെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായി കൽക്കിയെ സംബന്ധിച്ചാണ് ഈ സിനിമ. പക്ഷെ അത് ഇപ്പോൾ നടക്കുന്ന സിനിമയല്ല, ഒരു 800 വർഷങ്ങൾക്ക് ശേഷം 2898 നടക്കുന്നതായിട്ടാണ് സിനിമ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ആ സിനിമയിൽ തന്നെയുണ്ട്. നമ്മുടെ സാധാരണ മനുഷ്യജീവിതമല്ല അതിൽ കാണിക്കുന്നത്. ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു ലൈഫായിരിക്കും ആ സമയത്ത് എന്നാണ് ഇവർ കാണിക്കുന്നത്. പക്ഷെ അതേപോലെ തന്നെ നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. ഭൂമിയിലെ പച്ചപ്പും ഹരിതാപം എല്ലാം ഇല്ലാതായി ഒരു വിരസമായ ഡ്രൈ ഭൂമിയാണ് ഇവർ കാണിക്കുന്നത്. അതെല്ലാം വളരെ രസകരമായ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കൽക്കി എന്ന് പറയുന്ന അവതാരം കലികാലത്തിലാണ് ഉണ്ടാവുന്നത്. മഹാവിഷ്ണു 10ാമത്തെ അവതാരമായി ഭൂമിയിൽ അവതരിക്കുമെന്നാണ് വിശ്വാസം. കലിയുടെ ആ ഒരു പ്രഭാവം ഒരുപാട് അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് കൽക്കി അവതരിച്ച് കലിയെ കൊല്ലുന്നത്. അപ്പം ഏകദേശം ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ മഹാഭാരത യുദ്ധത്തിലെ ഒരുപാട് കാര്യങ്ങൾ, മഹാഭാരത കഥയിലെ കാര്യങ്ങൾ ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് സീൻസിലും നമുക്കത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഭഗവത്ഗീതയായും അർജുനന്റെ കാര്യങ്ങളായാലും കർണന്റെ കാര്യങ്ങളായാലും എല്ലാം എടുത്തെടുത്ത് പറഞ്ഞിട്ടാണ് ഈ സിനിമ. അതുകൊണ്ട് മഹാഭാരത കഥ കുറച്ചെങ്കിലും അറിയുന്നവർക്ക് ഇതൊരു പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇല്ലാത്തവർക്കും 1-2 വട്ടം ഒന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. അതായത് ഒട്ടും അറിയില്ലാത്തവർക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഈ മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രങ്ങളായ കർണൻ, ശ്രീകൃഷ്ണൻ, പിന്നെ അർജുനൻ എന്നിവരെല്ലാം ബന്ധപ്പെടുത്തി അവസാനം അവരുടെ ഒരു ഫ്യൂച്ചറിൽ അവരെങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കഥയായിരിക്കും സംവിധായകൻ ഉദ്ദേശിക്കുന്നത്. കഥയൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് നമ്മുടെ സംവിധായകൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. സംവിധായകൻ അറിയാമല്ലോ, നമ്മുടെ നാഗശ്വനാണ്. അദ്ദേഹം പാർട്ട് 2-ലോ 3-ലോ ഒക്കെ എവിടെയാണ് കൊണ്ട് കഥ നിർത്താൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും പാർട്ട് 1 അതിഗംഭീരമായി തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം 3D ഇഫക്റ്റ് ഉള്ളതിലും VFX ഇഫക്റ്റും നമുക്ക് അത്രയും അതിൻ്റെ ഒരു റിയൽ ഫീലിംഗ് തന്നെ മനസ്സിലാക്കണമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കമൽഹാസന്റെ കഥാപാത്രം സുപ്രീം യാസ്മിൻ ആരാണ്? അഭിപ്രായം എന്താണ്? കമൽഹാസൻ അതിൽ അവസാന ഭാഗത്താണ് വരുന്നത്.
അദ്ദേഹത്തിൻ്റെ കഥാപാത്രം കലി ആയിരിക്കുമെന്നാണ് ഒരു ഊഹം. കാരണം ആദ്യ ഭാഗങ്ങളിലൊന്നും അദ്ദേഹത്തെ പറ്റി ഒന്നും, കലിയെപ്പറ്റി ഒന്നും പ്രതിപാദിക്കുന്നില്ല. കമൽഹാസനാണെന്ന് ആ വോയിസിൽ നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും അവസാനത്തോടടുക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ റിയൽ ഫേസ് നമുക്ക് വെളിവാക്കുന്നത്. അതുകൊണ്ട് കലിയായിരിക്കുമെന്നാണ് ഊഹിക്കുന്നത്. അദ്ദേഹമായിരിക്കും മെയിൻ വില്ലൻ. ആരായിരിക്കും കൽക്കി? കൽക്കി എന്ന കഥാപാത്രം ആരായിരിക്കുമെന്ന് പാർട്ട് 1 ഇല്ല. അതിന് പാർട്ട് 2 വരുന്നത്. ഈ സിനിമയിൽ ദീപിക പദുകോൺ ഗർഭിണിയാണ്. അപ്പോൾ ദീപിക പദുകോണിന്റെ കുട്ടിയായിട്ടായിരിക്കും കൽക്കി വരുന്നത്. അത് ആരായിരിക്കും അഭിനയിക്കാന്ന് എനിക്ക് അത്ര ഐഡിയ ഇല്ല. എന്തായാലും കൽക്കിയുണ്ട്. അടുത്ത പാർട്ടിൽ കൽക്കിയുടെ സംരക്ഷകനായിട്ടായിരിക്കും ബാക്കി എല്ലാവരും വരിക. മെയിൻ വില്ലൻ കമൽഹാസനൊക്കെ ആയിരിക്കും. ഇത് പാർട്ട് 2 ഞാൻ ഊഹിച്ചതാണ്. പാർട്ട് 1 കൽക്കിയെ പറ്റി ഒന്നും തന്നെ കാണിക്കുന്നില്ല. സിനിമയിലെ ബുജിയുടെയും ഭൈരവയുടെയും അഭിപ്രായങ്ങൾ. ഈ സിനിമയിൽ പ്രഭാസിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ഭൈരവൻ. ഭൈരവൻ ഓടിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിന്റെ പേരാണ് ബുജി. അത് നമ്മളോടും എല്ലാവരോടും സംസാരിക്കും. AI ടെക്നോളജിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ബുജിക്ക് സ്വരം കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ കീർത്തി സുരേഷാണ്. അവർ തമ്മിലുള്ള സംഭാഷണങ്ങളെല്ലാം സിനിമയിൽ അതിരസകരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് പ്രഭാസ് ആ കാറിനോട് സംസാരിക്കുന്നത്. ഒരുപാട് ടെക്നോളജി ഉള്ള ഒരു കാറാണ്. അതുകൊണ്ട് ഈ അവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് രസകരമാണ്. എനിക്കത് വലിയ ഇഷ്ടമായി. ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ, ഫേവറേറ്റ് സീൻ ഏതായിരുന്നു? ഈ സിനിമയിലെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അമിതാഭ് ബച്ചൻ്റെ സീൻസ് തന്നെയാണ്. വളരെ നന്നായിട്ടാണ് അദ്ദേഹം അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൂടാതെ പ്രഭാസും ബുജിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ സീൻസും എനിക്ക് വലിയ ഇഷ്ടമായി. ഇതെല്ലാം തിയേറ്ററിൽ പോയി കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. പാർട്ട് 2 പാർട്ട് 3 എല്ലാത്തിനും വെയിറ്റിംഗ് ആണ്. ഇതിലും ഒരു അടിപൊളി സംഭവമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൽക്കി പോയി കാണുക, അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു.